ഹായ് ഹലോ നമസ്കാരം. സോഹാറിനൊരു പൊൻതിളക്കം എന്ന് പറയാം. ബസാറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. സോഹാറിൻ്റെ മണ്ണിൽ ഒരു പുതിയ ഷോപ്പിംഗ് വിസ്മയം തീർക്കാൻ ബസാർ എന്നൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. വളരെ മനോഹരമായ രീതിയിലുള്ള ലൈറ്റിങ്ങും ബോർഡും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബസാർ. ഇതൊരു ഔട്ട് വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കവാടം ഇതാണ്. അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് പോകാം. സർവീസ് റോഡ് വഴി മെയിൻ എൻട്രൻസിലേക്ക് കിടക്കാം. നല്ല ലൈറ്റിങ്ങും ഭംഗിയുള്ള സ്ട്രക്ചറും ഒക്കെയാണ് ബിൽഡിങ്ങിന് മാറ്റ് കൂട്ടുന്നത് എന്ന് തന്നെ പറയാം. മെയിൻ എൻട്രൻസിൽ എത്തി. മെയിൻ എൻട്രൻസിൽ നിന്നും അകത്തേക്ക് പാർക്കിംഗ് രണ്ട് സൈഡുകളിലും ഫ്രണ്ടിലുമായിട്ട് നല്ല രീതിയിലുള്ള പാർക്കിംഗാണ് അവിടെ ഉള്ളത്. ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നു. മുഴുവൻ ചെടികളും ഈന്തപ്പനകളും ഒക്കെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് ഇട്ടിരിക്കുകയാണ്, പാർക്കിംഗ് ഉൾപ്പെടെ. അപ്പോൾ അകത്തുള്ള വിസ്മയം ഒന്ന് വേറെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ ഈ ഒരു മോഡലാണ് നമ്മളെ പ്രത്യേകിച്ച് ആകർഷിക്കുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ഒരു വിസിറ്റ് നടത്താൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. മെയിൻ എൻട്രൻസ് ഇതാണ്. ഇതിന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്നതിന് ഇതുവഴി സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഉള്ളിലും ഒക്കെ ഈന്തപ്പനകൾ അവർ ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ലൈറ്റുകൾ തിളങ്ങി നിൽക്കുന്നു. പെയിൻറ്റിങ്ങുകളായാലും ലൈറ്റുകളായാലും ഒക്കെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. രാത്രിയാകുമ്പോൾ വളരെ ഭംഗിയായിട്ട് അത് നമ്മളെ ആകർഷിക്കും. സ്റ്റെപ്പുകളിലൊക്കെ അവർ ഒരു പ്രത്യേകതരം ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ വളരെ ഭംഗിയാണ് അവിടെ ഉള്ള ആ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. ഫാമിലീസിനും കുട്ടികൾക്കും ഒക്കെ വന്ന് അവിടെ വിശ്രമിക്കാനും കളിക്കാനും ഒക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അവിടെ എല്ലാം ഫോട്ടോഷൂട്ടിനാണ് മെയിനായിട്ട്. നല്ല വ്യൂ ആണ്. നല്ല ചെടികളും ഈന്തപ്പനകളും ഒക്കെ വെച്ച് പ്രത്യേക രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ടോപ്പിൽ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. 1-2 ഷോപ്പുകൾ മാത്രമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. ഇത് മുകളിലുള്ള ആ ഒരു ഓപ്പൺ ഏരിയയാണ്. ഇത് തന്നെ ഒരുപാട് ലൈറ്റുകളും ഒക്കെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ മാല ബൾബുകൾ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ തൂക്കിയിട്ട് ഒരു വല്ലാത്തൊരു ഫീല്. ഒരു ഷോപ്പിംഗ് മോളിൽ പോയ പോലെ നമുക്ക് തോന്നില്ല. ഇതിൻ്റെ ആ ഒരു ഭംഗിയിൽ അത് ചെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തോ ഒരു മ്യൂസിയം, ആ ഒരു രീതിയാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ആവാനുണ്ട്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ വളരെ കളർഫുള്ളും ഭംഗിയുമായിരിക്കും. അത് തീർച്ചയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തണുപ്പും നല്ല കാറ്റും ഒക്കെ അനുഭവപ്പെട്ടു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരുപാട് 1-2 ഫാമിലീസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. വിശാലമായ സ്ഥലം അല്ലേ. ഒരു രാജകീയ കസേരകൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇതൊരു ബേബി ഷോപ്പാണ്. ബേബി ഡ്രസ്സുകൾക്ക് മാത്രമായിട്ടുള്ളൊരു ഷോപ്പ്. ടോപ്പിൽ ഇത് മെയിനായിട്ടൊരു ഡ്രസ്സ് ഷോപ്പ് മാത്രമേ ഇവിടെ കണ്ടുള്ളൂ. സൈഡിലൊരു കോഫ് എന്ന് പറയുന്നൊരു കോഫി കഫേ അവിടെ കാണാൻ കഴിഞ്ഞു സൈഡിൽ. മറ്റ് ഷോപ്പുകളൊന്നും എല്ലാത്തിൻ്റെയും ബോർഡൊക്കെ വച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അവിടുന്ന് തന്നെ താഴേക്ക് ഇറങ്ങാനുള്ള എക്സലേറ്റർ ഉണ്ട്.
അവിടെ നമുക്കൊരു സ്ട്രീറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ പതുക്കെ ഇറങ്ങി. അവിടെയും മാല ബൾബുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് നോക്കാം ഇതിനകത്തുള്ളത്. ഇവിടെ ആവശ്യത്തിന് തിരക്കുണ്ട്, ആൾക്കാരെല്ലാം തിരക്കിലാണ്. G-Shockൻ്റെ ഒരു ഷോറൂം കണ്ടു. ചെറിയൊരു കടയാണ്, എന്നാലും നല്ല കളക്ഷൻസാണ് അവിടെ ഉള്ളത്. 1 മാസത്തിലേറെയായി അവിടെ ഓപ്പണായിട്ടെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ മെയിനായിട്ട് അവിടെ ഈ സ്ട്രീറ്റ് പോലത്തുള്ള സ്ഥലത്ത് ഉള്ളത് ഊതും പെർഫ്യൂംസും ഒക്കെയാണ്. ട്രഡീഷണൽ രീതിയിലുള്ള പാത്രത്തിൻ്റെ മോഡലുകളൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ വച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട് അകത്ത്. വേറെയും അടഞ്ഞു കിടക്കുകയാണ്, ഒന്നും തുറന്നിട്ടില്ല. കണ്ടില്ല, ഒരു സ്ട്രീറ്റ്, ഒരു ഫുട്പാത്ത് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇങ്ങനെ ഉണ്ട്. നല്ല വിലയുള്ള ഊതുകളും സ്പ്രേയും ഒക്കെയാണ്. ചെറിയ ഇതാണെങ്കിൽ തന്നെ നല്ല വിലപിടിപ്പുള്ള സ്പ്രേയും ഊതും ഒക്കെയാണ്. നല്ല മണമുള്ള ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. അകത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെർഫ്യൂംസിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പെർഫ്യൂംസിൻ്റെ ബ്രാൻഡ് ഷോറൂമുകൾ ഒരുപാട് വരാനുണ്ട്. 1-2 ബ്രാൻഡ് ഷോപ്പുകളുടെ ബോർഡുകൾ അവിടെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഓപ്പൺ അല്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിക്കളിക്കാനുള്ള ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഒരു കൊച്ചുമോൻ മുകളിൽ നിന്ന് കളിക്കുന്നുണ്ട്. അത് ഒരു കോഫ് എന്ന് പറയുന്ന ഒരു കഫേയുടെ സിറ്റിംഗ് ഏരിയയാണ്. ആ സ്ഥലത്ത് തന്നെ ഒരുപാട് ഷോപ്പുകൾ ഇതുപോലുണ്ട്. ഇത് താഴെയുള്ള ഷോപ്പുകളാണ്. താഴെ ഓൾമോസ്റ്റ് ഷോപ്പുകളും ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊരു യോഗട്ട് കടയാണ്. തൈരിന് വേണ്ടി ഒരു കട. എന്താണ് തൈരിന് വേണ്ടി മാത്രം ഒരു കട ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളതെന്നൊക്കെ. അവർ പറഞ്ഞു പ്ലെയിൻ മാത്രമേ ഉള്ളൂ, പ്ലെയിനായിട്ടുള്ള തൈരാണ് ഇവിടെ കിടക്കുന്നതെന്ന്. ഒരു പഴയ മോഡല് ലാൻഡ് റോവർ കണ്ടു. അതവിടെ ഒരു മോഡലായിട്ട് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. കോഫി പൗഡറും സ്പൈസസിനുമുള്ള ഒരു വിശാലമായ ഒരു വലിയ ഷോപ്പ് തന്നെ അവിടെ തുറന്നിട്ടുണ്ട്. പുതിയൊരു ഫ്രെയിമുമായി ഇനിയും കാണാമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം അജിത്ത്, സൈനിങ് ഓഫ്.